നമസ്കാരം, ഇത് IBN മലയാളം. റോഡും നടപ്പാതയും തടഞ്ഞ സമ്മേളനം നടത്തിയാൽ അത് സംഘടിപ്പിച്ചവർ മാത്രമല്ല, വേദിയിലും സദസ്സിലും ഉള്ളവരും പങ്കെടുത്തവരും എല്ലാം നടപടി നേരിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ വേദിയിലുണ്ടായിരുന്ന തിരുവനന്തപുരം വഞ്ചിയൂരിലെ പാളയം ഏരിയ സമ്മേളനം സംബന്ധിച്ച കോടതി അലക്ഷ്യ ഹർജിയിലാണ് ജസ്റ്റിസ് അനിൽ K നരേന്ദ്രൻ, ജസ്റ്റിസ് മുരളീകൃഷ്ണ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. പൊതു റോഡ് തടസ്സപ്പെടുത്തി നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നയാൾ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. റോഡ് കുഴിച്ചോ ആണിയടിച്ചോ ആണ് സ്റ്റേജ് നിർമ്മിക്കുന്നതെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യമാണ്. മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള ശിക്ഷാ നടപടികളും ബാധകമാണ്. ഇക്കാര്യങ്ങൾ പോലീസ് അന്വേഷണം നടത്തിയോ എന്നും കോടതി ആരാഞ്ഞു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതായി സർക്കാർ വിശദീകരിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയും വഞ്ചൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസറും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ജോയിന്റ് കൗൺസിൽ സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ നടത്തിയ രാപ്പകൽ ധർണ, കൊച്ചി കോർപ്പറേഷന് മുന്നിൽ നടപ്പാത തടസ്സപ്പെടുത്തി കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ധർണ തുടങ്ങിയവയും കോടതിയെ ലക്ഷ്യമായി കാട്ടി ഹർജിയിൽ ഭേദഗതി വരുത്തുമെന്ന് ഹർജിക്കാരനായ മരട് സ്വദേശി N പ്രകാശ് അറിയിച്ചു. ഇതിന് അനുമതി നൽകിയ കോടതി ഹർജി ഇന്ന് പരിഗണിക്കും. അമിത വേഗത്തിലും അലക്ഷ്യമായും വാഹനം ഓടിക്കുന്നത് മൂലം നടപ്പാതയിലൂടെ പോകുന്നവരും കാത്തുനിൽക്കുന്നവരും ഉൾപ്പെടെയുള്ളവർക്കും അപകടമുണ്ടാകുന്ന ഘട്ടം വരെ എത്തി. ഈ വർഷം ഒക്ടോബർ വരെ കേരളത്തിൽ 40,821 അപകടങ്ങൾ ഉണ്ടായെന്ന് കോടതി പറഞ്ഞു. ഇതിൽ 3,168 പേർ മരിച്ചു, 45,657 പേർക്ക് പരിക്കേറ്റു. പോലീസ് വെബ്സൈറ്റിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. അതേസമയം തിരുവനന്തപുരം വഞ്ചിയൂരിൽ CPM പാളയം ഏരിയ സമ്മേളനത്തിനായി റോഡ് തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടിയ സംഭവത്തിൽ കണ്ടാലറിയുന്ന 500 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിയിൽ അറിയിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുൻ മന്ത്രി M വിജയകുമാർ, MLA മാരായ V ജോയ്, കടകംപള്ളി സുരേന്ദ്രൻ, മുൻ MP സമ്പത്ത് എന്നിവരുൾപ്പെടെ 16 പേരാണ് വേദിയിൽ ഉണ്ടായിരുന്നതെന്ന് വിശദീകരിച്ച് വഞ്ചൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസറും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.